നിലവിൽ ഈ പറഞ്ഞതുപോലെ 55% പോളിംഗ് ശതമാനം അടുക്കുന്നുണ്ട് എന്നാണ് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുൽത്താൻപേട്ട LP സ്കൂളിൽ നിന്നും തനേഷ് തമ്പിയാണ് പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. നിലവിൽ 3:30 ആകുമ്പോൾ 56.35% പോളിംഗ് മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഭേദപ്പെട്ട ഒരു മികച്ച പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 3 മണിവരെ രേഖപ്പെടുത്തപ്പെട്ട 55% കടന്നിരിക്കുന്നു. ഇപ്പോൾ 3:30 ആയപ്പോൾ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അത് 56.35% മാറിയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് അങ്ങനെയെങ്കിൽ എന്ന് പറയാം. തനേഷ്, ഗുഡ് ഈവനിങ്. അപ്പോൾ 56.35% എന്ന രീതിയിലാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്. തനേഷ് നിൽക്കുന്ന സുൽത്താൻപേട്ട LP സ്കൂളിലൊക്കെ അവസ്ഥ എന്താണ്? എനിക്ക് തോന്നുന്നു തനേഷിന് പിറകിൽ കാണുന്ന സ്ഥലങ്ങളൊന്നും വലിയ ക്യൂ ഒന്നും കാണാനില്ല. അവിടെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മുന്നണികളുടെ കണക്കുകൂട്ടൽ ആരംഭിച്ചോ? ഗുഡ് ഈവനിങ് പ്രജിൻ. വളരെ കുറച്ച് വോട്ട് മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ബൂത്താണിത്. അതിൽ 500 വോട്ട് മാത്രം, 500 താഴെ വോട്ട് മാത്രമാണ് ഈ ബൂത്തിൽ ആകെ ഉള്ളത്. അതിൽ പകുതിയോളം വോട്ടുകൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഒരു ഘട്ടത്തിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 1-2 പേരോ ഒക്കെ ആയി വരുന്നവർക്ക് അപ്പം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നത് എന്ന് കാണാം. എന്തായാലും പാലക്കാട് പൊതുവിൽ നഗരമേഖലയിൽ വളരെ കുറച്ച് വോട്ട് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരല്പം മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2021 1 മണിക്ക് ഏതാണ്ട് 50% വോട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇത്തവണ അത് ഏതാണ്ട് 43 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ആ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ ഭേദപ്പെട്ട പോളിംഗ് നഗരത്തിൻ്റെ വിവിധ മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ 2021 സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇനി തുടരുന്നതെങ്കിൽ വൈകിട്ട് 6 മണിക്കാണ് അവസാനിക്കുന്നത്. അതിനു മുൻപ് ഈ ജോലിക്ക് പോയ ആളുകളൊക്കെ തിരികെ എത്തി കൂട്ടത്തോടെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ വീടുകളിൽ ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകളെ പാർട്ടി പ്രവർത്തകരും മറ്റും നേരിട്ട് പോയി അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച് ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ 75% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പൊതുവിൽ രാവിലെ മുതൽ ഒരു മന്ദത ഈ വോട്ടെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിരാവിലെയൊക്കെ വലിയ ക്യൂ, നീണ്ട നിര പല ബൂത്തുകളിലും കണ്ടിരുന്നെങ്കിലും പിന്നീട് അത് വളരെ ശുഷ്കിച്ച് പല ബൂത്തുകളിലും ആളുകൾ തീരെ ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിൽക്കുന്ന ബൂത്തിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്തിയത്. എങ്കിലും ഭേദപ്പെട്ട പോളിംഗ് ഈ ബൂത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതൊരു അധിക ബൂത്താണ്. അതുകൊണ്ട് തന്നെ 1500 വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അത് 430 വോട്ടുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ നിലയിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ ബൂത്ത് പിന്നെ എന്തുകൊണ്ട് നിൽക്കുന്നു? സാധാരണ എല്ലാവരും മറ്റു ബൂത്തുകളിലേക്കൊക്കെ, ആളുകളുള്ള ബൂത്തുകളിലേക്കൊക്കെ പോകും. പക്ഷേ നമ്മളിവിടെ തളച്ചിടപ്പെട്ടിരിക്കുന്നതിൻ്റെ സാഹചര്യം കൂടിയുണ്ട്. അത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, അദ്ദേഹം ഇരട്ട വോട്ട് ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. LDF അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം അനധികൃതമായാണ് ഇവിടെ വോട്ട് ചേർത്തത് എന്ന ആരോപണമാണ്. മാത്രമല്ല അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയാൽ തടയും എന്നുവരെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നത്. 3 മണിക്ക് ശേഷം അദ്ദേഹം വരുമെന്നാണ് ഉച്ചയ്ക്ക് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് കഴിയും എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപെങ്കിലും അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു മാധ്യമപ്പട തന്നെ ഇവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാകുമോ, അല്ലെങ്കിൽ LDF UDF അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യുന്നതിനെ ചലഞ്ച് ചെയ്യുമോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വോട്ടെടുപ്പിൻ്റെ ഒരു പാറ്റേണിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കുറച്ചുകൂടി വേഗത ആർജിച്ചിട്ടുണ്ട്. പല ബൂത്തുകളിലും കൂടുതൽ ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. വൈകുന്നേരം, അതായത് ഈ ഒരു വെയിലൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്ക് വരും. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ വോട്ടുകൾ ഇത്തവണ രേഖപ്പെടുത്താം. അപ്പോൾ അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് സംബന്ധിച്ച് വിലയിരുത്തലുകൾ പിന്നീടുണ്ടാകും. എന്തായാലും ഒരു ഉച്ചയോടുകൂടിയൊക്കെ 3 മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ചെറിയൊരു അങ്കലാപ്പിലായിരുന്നു. പുറമേ അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും, വോട്ട് കുറഞ്ഞാലും അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും വോട്ട് അങ്ങനെ കുറയുകയാണെങ്കിൽ അത് ആർക്കാണ് ദോഷം ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്ക് ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കാര്യമായി തന്നെ 3 മുന്നണികൾക്കിടയിലും ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഒരു അല്പം ആശ്വാസം. 2021 സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ആ ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകുന്നു എന്ന ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നമുക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ആ സമയത്ത്
എങ്ങനെയായിരിക്കും ഈ ഒരു വോട്ടിംഗ് നില അവസാനം എത്തിച്ചേരുക എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തുമോ എന്നുള്ള കാര്യം. ഞാൻ കരുതി ഈ തിരക്ക് കുറഞ്ഞ പോളിംഗ് ബൂത്ത് സുൽത്താൻപേട്ടിൽ തനേഷ് തമ്പി തെരഞ്ഞെടുത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല, അതിന് കൃത്യമായ കാരണമുണ്ട്. അവിടെ അല്പസമയത്തിനകം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് MK ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തും. അപ്പോൾ അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ തനേഷ് ഉൾപ്പെടെയുള്ള വലിയൊരു മാധ്യമപ്പട അവിടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞെങ്കിലും ആ സുൽത്താൻപേട്ടിലെ ആ ബൂത്തിൽ ഇപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നത്.